ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് നമ്മളെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യണം എന്നുള്ളത്. ഒരുപാട് ചിലവുകൾ അൺനെസസറി ആയിട്ട് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. ഇൻകം വരുന്നത് എവിടുന്നാണെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ വന്ന ഇൻകം ഇവിടെയൊക്കെ പോയി എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉള്ള അവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം ചെയ്തിട്ടാണ് നമ്മളെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്തിട്ടാണ്. സോ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മളെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മളെ ഫിനാൻസ് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. സോ നമ്മളെ ഫിനാൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്താക്കാം, ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള മൊത്തത്തിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂസ് കേസ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഫിനാൻസും പേഴ്സണൽ ഗ്രോത്തിനുള്ള ഒരുപാട് കണ്ടന്റുകൾ ഞാൻ റിസർച്ച് ചെയ്തിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ നമുക്ക് നേരെ ആ ഷീറ്റിലേക്ക് പോവാം, എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഷീറ്റിലേക്കായിരിക്കും, ഗൂഗിൾ ഷീറ്റിലേക്കായിരിക്കും, സ്പ്രെഡ് ഷീറ്റിലേക്കായിരിക്കും നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. സോ ഇത് ഞാനിവിടെ തന്നെ മുകളിൽ ഇത് കാണിച്ചത് എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് കോപ്പി ചെയ്ത് അടുത്ത ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് മറ്റൊരു ഷീറ്റിലേക്ക് ആക്കി എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് വ്യൂ ഓൺലി ആയിട്ടാണ് ഈ ഒരു ഫയൽ ഉള്ളത്. സോ നിങ്ങൾക്ക് ഈ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് DM ഷെയർ ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം ഈ ഒരു ഷീറ്റിലേക്ക് എത്തും. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് റോ തൊട്ട് നിങ്ങൾ താഴോട്ടേക്ക് മൊത്തത്തിലൊന്നും ഉണ്ടാക്കുക, കോപ്പി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈസി വേ പറഞ്ഞത്, ഈ ടോപ്പിലുള്ള ഈ ഒരു ബോക്സ് കണ്ടോ, ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്താൽ ടോട്ടൽ സെലക്ട് ആവും. എന്നിട്ട് Ctrl+C ഞെക്കുക, ഇത് മൊത്തം ക്ലിക്കായി, കൺട്രോളായി, അതായത് കോപ്പി ചെയ്തു. ഇതിന് ശേഷം ഇത് നമുക്ക് പുതിയൊരു ഷീറ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരെ വന്നിട്ട് ഒരു പുതിയ ഗൂഗിൾ ഷീറ്റ് എന്ന് ജസ്റ്റ് നെറ്റിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പുതിയൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ ബ്ലാങ്ക് സ്പ്രെഡ് ഷീറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ഗൂഗിൾ ഷീറ്റ് ആഡ് ചെയ്യാനുള്ള വരും. അതിനുശേഷം നിങ്ങൾ എന്താക്കുക, ഇവിടെ ജസ്റ്റ് ആ നേരത്തെ കോപ്പി ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നേരെ അതിവിടെ പേസ്റ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം വേറൊരു കാര്യം, ഈ മുകളിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഈ റോ ഒന്ന് ജസ്റ്റ് എന്താക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് റോ കൊടുക്കുക, ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, സോ ഇപ്പം നമ്മളെ ഷീറ്റ് എന്തായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സെക്ടർ മൊത്തം നമ്മൾ ഡേറ്റുകളായിരിക്കും. ഇത് നമ്മളെ ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ്, ബേസിക്കായിട്ട് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇവിടെ നമ്മൾ എമൗണ്ട് അടിക്കും. നമുക്ക് ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട്സ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് പോയതെന്ന് നോട്ട് ചെയ്യാനും, ഇനി എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്തെങ്കിലും കൊടുക്കാന്നുണ്ടെങ്കിൽ ആ നോട്ട് കൊടുക്കുക. അത് എങ്ങനെയായിരിക്കും നമ്മൾ ഇതെന്താക്കുക, സെറ്റ് ചെയ്യാം. സോ ഞാനിത് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് വരും. ഇപ്പോൾ 24th നമുക്ക് ഒരു എക്സ്പെൻസ് വന്നു. എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ ഫുഡിനുള്ള എക്സ്പെൻസ് ആയിരുന്നു. ഒരു 100 രൂപീസാണ് വന്നത്. നമ്മൾ ICICI അക്കൗണ്ടിൽ നിന്നാണ് പോയത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം ഫുഡ് വിത്ത് ഫ്രണ്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലി നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നോട്ട് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ 100 ഫുഡ് ക്ലിക്ക് ചെയ്ത സമയത്ത് ആഡ് ചെയ്ത സമയത്ത് എക്സ്പെൻസിൽ ഓട്ടോമാറ്റിക്കലി 100 വന്നു കണ്ടോ ഫുഡ്. അത് ടോട്ടൽ എക്സ്പെൻസിൽ ആഡ് ആവുകയും ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു വർക്ക് ചെയ്തതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഇന്നായിരുന്നു സാലറി ക്രെഡിറ്റ്. ജസ്റ്റ് വിചാരിക്കാം നമുക്ക് 30,000 സാലറി കയറിയിട്ടുണ്ട് നമ്മൾ ICICI അക്കൗണ്ടിലേക്ക് തന്നെ ആണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളെ സാലറീൻ്റെ എന്തെങ്കിലും നോട്ട് കൊടുക്കുക. സോ ഇവിടെ കണ്ടോ 30,000 സാലറി വരുമ്പോൾ ഈ സാലറിയിൽ ആഡ് ആയിട്ട് നിങ്ങളെ ഇൻകത്തിൽ ആഡായി. അപ്പോൾ ഇതിങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അടുത്ത എക്സ്പെൻസ് നിങ്ങൾക്ക് ട്രാവലിൻ്റെ എക്സ്പെൻസ് വന്നു, ഒരു 4,000 എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണോ ഓൾറെഡി എക്സ്പെൻസിൽ ആഡ് ആയിട്ട് എക്സ്പെൻസ് 4,100 അതുപോലെ തന്നെ ഇൻകം എന്തായി 30,000 ആയി. നിങ്ങൾക്ക് നെറ്റ് ഫൈനൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 30,000 നമ്മൾ ഈ മുകളിലുള്ള എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ ബാലൻസ് എത്ര വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയ ഇൻകം ടോട്ടൽ കിട്ടിയ എക്സ്പെൻസും ഒരു മന്തിൻ്റെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിലൂടെ ആഡ് ചെയ്തിട്ട്.
ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ ട്രാവൽ, ഫ്യൂവൽ, ഡ്രസ്സ്, ഫുഡ്, മെഡിസിൻ, സാലറി, അതർ ഇൻകം എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഈ ട്രാവലും ഫുഡും ഡ്രസ്സും ഫ്യൂലും അല്ലാതെ, മെഡിസിനൊന്നും അല്ലാതെ വേറെ അഡീഷണലി എന്തെങ്കിലും ചിലവുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പെൻസ് ഇവിടെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു അഡീഷണലി ആയിട്ട് ഗാഡ്ജറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ EMI ഉണ്ടെന്ന് വിചാരിക്കാം. EMI എന്നുള്ള ജസ്റ്റ് ഓപ്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡ്രോപ്പ് ഡൗണിൽ കാണാൻ കണ്ട EMI എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ എക്സ്പെൻസ് ആഡ് ചെയ്തു, EMI ആഡ് ചെയ്തു. നമുക്ക് EMI വരുന്നത് 3200 ആണ് EMI വരുന്നത്. ഉണ്ടോ, ഓട്ടോമാറ്റിക് EMI ആഡ് ചെയ്തിട്ട് ടോട്ടൽ എക്സ്പെൻസിൽ അത് ആഡായി. സോ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്താവുക, എക്സ്പെൻസസും ഇൻകവും ആഡ് ആവുക. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ അണ്ടറിൽ ഷീറ്റ് 1 എന്നുള്ളടുത്ത് നിങ്ങൾ ഓരോ മന്തായിട്ട് നോട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് മാർച്ച് ആണെങ്കിൽ മാർച്ച് നോട്ട് ചെയ്യാം. അടുത്ത മന്ത് വരുമ്പോൾ ഏപ്രിൽ നോട്ട് ചെയ്യാം. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾക്ക് അഡീഷണൽ അടുത്ത ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. ഏപ്രിൽ കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിന് ഏറ്റവും ഈസി വേ ഞാൻ പറഞ്ഞുതരാം. ഈ മാർച്ച് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഡാറ്റാസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഡാറ്റാസ് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ മാർച്ചിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഡ്യൂപ്ലിക്കേറ്റ്. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഈ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യുക, പേര് മാറ്റിയിട്ട് ഏപ്രിൽ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഏപ്രിൽ എന്ന് കൊടുത്താൽ മതി. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, അടുത്ത ഷീറ്റ് ഒരു സെപ്പറേറ്റ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? സോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതെന്താക്കുക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്താക്കിയാൽ മതി, നേരെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇനി ഏപ്രിലത്തെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താക്കിയാൽ മതി, പേരൊന്ന് മാറ്റിയാൽ നമുക്ക് എന്താക്കാം, മെയ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ നിങ്ങൾ ഓരോ മന്തിൻ്റെ സെറ്റ് ചെയ്യുക, ഓരോ മന്തിൻ്റെ ഫിനാൻഷ്യൽസ് ഇതുപോലെ ആഡ് ചെയ്ത് വരാം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക, നമുക്ക് എത്ര ഇൻകം ഉണ്ടെന്നും എത്ര എക്സ്പെൻസ് ഉണ്ടെന്നും നോട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സാലറി, അതർ ഇൻകം ആണ് മാത്രമാണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ഫ്രീലാൻസിങ് ഉണ്ടെങ്കിൽ ആ ഫ്രീലാൻസിങ് കൊടുത്തിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾ ഡീറ്റെയിൽസിൽ വന്നാടോ ഫ്രീലാൻസ് ഓട്ടോമാറ്റിക് ആഡ് ആയിട്ടുണ്ടാവും. സോ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അപ് ടു ദിസ് ഇതുവരെയുള്ള ആഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഈ ഡീറ്റെയിൽസിൽ ആഡ് ആവും. അതുപോലെ ഇത് ആഡ് ചെയ്യുന്നതും ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. ഓക്കെ, ഇനി ഇതെല്ലാം നിങ്ങൾക്ക് നെറ്റ് PNL കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് ഞാൻ പറഞ്ഞിരുന്ന ആദ്യം ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ തന്നെ പേഴ്സണലി ഒന്ന് ചെയ്യുക. ജസ്റ്റ് നെറ്റ് PNL എന്ന് അടിച്ചതിന് ശേഷം ഈക്വൽ ടു എന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേതാ കോളം നോക്കുക, എക്സ്പെൻസിൻ്റെ കോളും ഇൻകത്തിൻ്റെ കോളും നോക്കുക. ഇപ്പോൾ ഇതാ കെ കണ്ടോ, ഈ കോളം കെയിൽ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ 28. അപ്പോൾ K28 എന്ന് പറയുമ്പോൾ ആണോ ഈ കോളം സെലക്ട് ആയി. ഇനി അതല്ല ഈസി വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു നിങ്ങൾക്ക് നേരെ ഈ കോളം ക്ലിക്ക് ചെയ്താലും മതി. അതായത് ഈ സെല്ല് ക്ലിക്ക് ചെയ്താൽ മതി. മൈനസ് ഇൻകം മൈനസ് എക്സ്പെൻസ് വരുന്നത് എത്ര വരുന്നത് 16 ആണ്. K16 നമുക്ക് എക്സ്പെൻസ് വരുന്നത്. സോ നിങ്ങൾക്ക് എന്താക്കാം, K16 അടിച്ച് കഴിഞ്ഞാൽ അതും സെലക്ട് ആവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. അത് നിങ്ങൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമ്മളെ നെറ്റ് PNL വരിക. ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കൊടുത്ത് ജസ്റ്റ് ഒരു കളറിൽ വേണമെങ്കിൽ ജസ്റ്റ് കളർ എന്തെങ്കിലും കൊടുക്കുന്ന കളർ കൊടുത്താൽ നിങ്ങൾ നെറ്റ് PNL ഇവിടെ ഷോക്കേസ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ആ ഡേറ്റിൽ നമുക്ക് എക്സ്പെൻസ് വന്നത് ഫ്യൂവലിന് ഒരു 2000 ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഇൻകം വന്നത് ഫ്രീലാൻസിങ്ങിൽ നമുക്കൊരു 90,000 വന്നു വിചാരിക്കാം. സോ 90,000 ഇൻകം, 2,000 നമുക്ക് എക്സ്പെൻസ്, ബാക്കി നെറ്റ് PNL എന്ന് പറയുന്നത് നമുക്ക് 70,000 ആയിരിക്കും. സോ എപ്പോഴും നിങ്ങൾ ഇതിൽ പ്രോപ്പറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ് PNL ആയിരിക്കും നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതായത് നിങ്ങളെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നെറ്റ് PNL. സോ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളെ കയ്യിൽ എത്ര ഉള്ളത്, നിങ്ങൾ ഇനി അധികം എക്സ്പെൻസ് കൊണ്ട് ചിലവാക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാവും. കാരണം നിങ്ങളെ കയ്യിലുള്ള ഇൻകങ്ങൾ നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു അഡീഷണൽ ടിപ്പും കൂടി ഞാൻ പറഞ്ഞിട്ടാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പണി ചെയ്യാം, ഇന്നത്തെ ഡേറ്റ് കൊടുത്തിട്ട്, ഇപ്പോൾ എന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് കൊടുത്തിട്ട് ഇൻകം നോട്ട് ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ടിലുള്ളത് ഇപ്പോൾ ജസ്റ്റ് അതർ ഇൻകം കൊടുത്തിട്ട്
നിങ്ങളെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയാണോ എമൗണ്ട് ഉള്ളത്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5600 റുപ്പീസ് ഇപ്പോൾ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. നിങ്ങൾ ഇന്ന് തൊട്ടാ ചെയ്യണമെങ്കിൽ ആ 5600 കൊടുത്തിട്ട് അത് ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള രീതിയിൽ നോട്ട് ചെയ്യാം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള രീതിയിൽ നോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 5600 ഉള്ളൂ. അപ്പോൾ നാളെ നിങ്ങൾ എന്തായി, എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് വന്നു വിചാരിക്കാം. നിങ്ങളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി എക്സ്പെൻസ് വന്നു, നിങ്ങളൊരു 800 റുപ്പീസിന് നിങ്ങൾ എല്ലാവരും കൂടി ഫ്രണ്ട്സൊക്കെ കൂടി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ചിലവായതാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളെ ഇനി 4800 ഉള്ളൂ. സോ നിങ്ങൾക്ക് ആ ഒരു എക്സ്പെൻസിനനുസരിച്ച് നിങ്ങളിലുള്ള ഇൻകത്തിനനുസരിച്ച് എക്സ്പെൻസിന് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ഷീറ്റ് നിങ്ങൾ പ്രോപ്പർലി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ഇതുവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴോട്ടേക്ക് ഡ്രോപ്പ് ഡൗൺ വേണമെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ വരും, ജസ്റ്റ് താഴോട്ടേക്ക് വലിച്ചിട്ടാൽ മതി. ഇനി അതെല്ലാം കുറച്ചുകൂടി ഈസിനെസ്സിന് വേണമെങ്കിൽ ഈ ഒരു സെല്ല് എടുത്തിട്ട് Ctrl+C കൊടുത്ത് അത് കോപ്പി ചെയ്തു. അതിനുശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് ആ വേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ വരെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് Ctrl+V കൊടുത്താൽ ആ ഡ്രോപ്പ് ഡൗൺ ഇവിടെയൊക്കെ സെലക്ട് ആയി. അതുപോലെ തന്നെ അടുത്ത ഡ്രോപ്പ് ഡൗൺ കോപ്പി ചെയ്തിട്ട് ഇവിടെയൊക്കെ എന്താക്കിയാൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഏറ്റവും ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റൗണ്ട് വരും. നിങ്ങൾക്ക് ആ റൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴോട്ടേക്ക് വലിച്ചിട്ടാൽ മതി, ആ ഡ്രോപ്പ് ഡൗൺ താഴോട്ടേക്ക് വന്നോളും. സോ ഈ രീതിയിലാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻസിൻ്റെ ഷീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇതിൻ്റെ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വേർഷൻസും കാര്യങ്ങളും വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് കിട്ടും. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന പേഴ്സണൽ ഫിനാൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഇതിൻ്റെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇൻകം കൂട്ടാനുള്ളതും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അഗ്രസീവ്ലി ആ കമ്മ്യൂണിറ്റി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ അത് ത്രൂ ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെ നല്ല നല്ല ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുപോയി നമുക്ക് പേഴ്സണലി കുറച്ചുകൂടി എന്താക്കാം, ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. സോ ബൈ.